ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് എന്ന മഹാമാരി ഇന്ന് ലോകത്തിൻ്റെ കണ്ണീരായിരിക്കുകയാണ്. ഇറാനിലും ഇറ്റലിയിലും മരണങ്ങൾ വിതച്ച കോവിഡ് ഇന്ന് അമേരിക്കയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുമാണ്. ന്യൂയോർക്കിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച മാത്രം 1300-ലേറെ മരണങ്ങളാണ് ന്യൂയോർക്കിൽ ഉണ്ടായത്. 34,000-ത്തോളം ആളുകൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലുമാണ്. പ്രതിരോധ നടപടികൾക്ക് ആദ്യമേ തന്നെ മുഖം തിരിച്ചിരുന്ന ട്രംപ് ഭരണകൂടം ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് വരെ സഹായം ചോദിച്ചിരിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ജർമ്മനി അവരുടെ 2 ലക്ഷത്തോളം മാസ്കുകൾ US മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കോവിഡ് മൂലം നിരവധി ആശങ്കകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. കുവൈത്തിലെ പ്രധാനപ്പെട്ട 1-2 ന്യൂസുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഷിമിൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കുവൈത്തിൽ ഇന്ത്യക്കാർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കുവൈത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവധി നൽകിയിരിക്കുകയാണ്. എന്നാൽ നൂറുകണക്കിന് സ്വകാര്യ മേഖലകളാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം വർക്ക് ചെയ്യുന്നത് ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്കിടയിലാണ് ഇപ്പോൾ കോവിഡ് കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം 60ഓളം ഇന്ത്യക്കാർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ ആളുകളെല്ലാം തന്നെയും സ്വകാര്യ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവിടെ നിന്നുമുള്ള സമ്പർക്കം മൂലമാണ് പല ആളുകൾക്കും ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു, ജലീബൽ ഷയൂക്ക്, ഫർവാനിയ, മെഹബുള്ള തുടങ്ങിയ ഭാഗങ്ങളിൽ പൂർണ്ണ തോതിൽ കർഫ്യൂ ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അത് നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മേഖലയിലുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള കർഫ്യൂ എന്നുള്ള തീരുമാനം നമുക്കത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് തന്നെ കുവൈത്തിൽ 60ഓളം ഇന്ത്യക്കാരാണ് കോവിഡ് ബാധിതരായിട്ട് ഉള്ളത്. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് കുവൈത്തിലെ മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണം, കുവൈത്തിൽ പുതിയതായി 109 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 665ആയി. പുതിയതായി രോഗം ബാധിച്ചവരിൽ 79 പേർ ഇന്ത്യൻ പ്രവാസികളാണ്. നേരത്തെ രോഗം ബാധിച്ചവരുമായുള്ള സമ്പർക്കം വഴിയാണ് 79 ഇന്ത്യക്കാർക്കും വൈറസ് പടർന്നത്. 6 ഈജിപ്ത് പൗരന്മാർ, 6 ബംഗ്ലാദേശികൾ, 3 പാകിസ്ഥാൻ പൗരന്മാർ, 1 ഫിലിപ്പീൻ പൗരൻ എന്നിവർക്കും സമ്പർക്കം വഴി കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ 8 കുവൈത്തി പൗരന്മാർക്കും രോഗം സ്ഥിരീകരിച്ചു. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ സേവനങ്ങൾ അതുപോലെ തന്നെ OIC കാർഡ് സേവനങ്ങൾ എല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സേവനങ്ങൾ, അടിയന്തരമായി സേവനങ്ങൾ ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന വെബ്സൈറ്റിലോ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് എന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സ്വഭാവം നോക്കി മാത്രമേ കേസുകൾ പരിഗണിക്കുകയുള്ളൂ എന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്, ലൈവ് സ്റ്റോർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് ആളുകളെ വിലക്കിയിരിക്കുന്നു എന്നുള്ള ന്യൂസാണ്. ഇനി മുതൽ ജമിയകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ ആളുകൾക്ക് മാത്രമേ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റുകയുള്ളൂ. പൊതുജനങ്ങൾ അവിടെ പ്രവേശിക്കുന്നില്ലെന്നും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കുവൈത്ത് ചാപ്റ്റർ, കല കുവൈത്ത്, OICC, വെൽഫെയർ കേരള കുവൈത്ത് തുടങ്ങിയ സംഘടനകളാണ് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. ആവശ്യമുള്ളവർ അവരുടെ ഹെൽപ്പ് ഡെസ്കുകൾ വിളിച്ചിട്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്, കോവിഡ് പ്രതിരോധത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ മൂലം പല ആളുകൾക്കും ജോലിയില്ല, വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുവൈത്തിൽ ഉള്ളത്. അത്തരം ആളുകളുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസുകളാണ് പുറത്തു വരുന്നത്. കടകൾ അടിച്ചിടുകയും ടാക്സി സർവീസുകൾ നിർത്തുകയും ചെയ്തതോടെ നിരവധി ആളുകളാണ് തൊഴിലില്ലാതിരിക്കുന്നത്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഗവേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പ്രത്യേകമായി ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ ന്യൂസുകളും റിപ്പോർട്ടുകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.